എമ്മിന് നിയമത്ത് വൻ ചോദ്യങ്ങളും. വി ശിവൻകുട്ടി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു, ബി പരാതി നൽകി. നേമം നിയോജക മണ്ഡലത്തിലെ ബി ലീഗൽ ഇൻചാർജ് പ്രകാശ് ആർസിയാണ് മണ്ഡലം വരണാധികാരിക്ക് പരാതി നൽകിയത്. തിരുവനന്തപുരം നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന ആരോപണവുമായി ബി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സർക്കാർ ചിഹ്നം ഉപയോഗിച്ചെന്ന് പരാതി നൽകി. ഔദ്യോഗിക ലെറ്റർ പാഡിൽ പിന്തുണ തേടി വീടുകളിൽ കത്ത് വിതരണം ചെയ്തെന്ന് പരാതിയിൽ പറയുന്നു. നേമം നിയോജക മണ്ഡലത്തിലെ ബി ലീഗൽ ഇൻചാർജാണ് മണ്ഡലം വരണാധികാരിക്ക് പരാതി നൽകിയത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വി ശിവൻകുട്ടി സംസ്ഥാന മന്ത്രിയെന്ന തന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത വോട്ടർമാരിൽ അനധികൃത സ്വാധീനം ചെലുത്തിയതായി പരാതിയിൽ പറയുന്നു. മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെയും ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും നഗ്നമായ ലംഘനമാണ് നടന്നത്. പരാതി പരിശോധിച്ച് വി ശിവൻകുട്ടിക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. നേമത്ത് CPM പുറത്തെടുക്കുന്നത് എന്ത് എന്ന ചോദ്യവുമായി പ്രതിപക്ഷവും രംഗത്തുണ്ട്. കോൺഗ്രസും BJPയും ചോദ്യങ്ങൾ ചോദിക്കുകയാണ് CPMനോടും വി ശിവൻകുട്ടിയോടും. ഇതിനിടയിലാണ് CPM ബ്രാഞ്ച് സെക്രട്ടറി രാജീവ് കുമാർ GSനെ അപരനാക്കി CPM പുതിയ നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട CPM നേമം നിയോജക മണ്ഡലത്തിൽ സജീവ പാർട്ടി അംഗത്തെ അപരനാക്കി രംഗത്തിറക്കിയെന്നാണ് BJPയുടെ ആക്ഷേപം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വളരെയേറെ മുന്നേറിയ നേമത്ത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് CPM സ്ഥാനാർത്ഥി. രാജീവ് ചന്ദ്രശേഖർ നേടിയ വ്യക്തമായ മുൻതൂക്കത്തിനിടയിലാണ് തങ്ങളുടെ പാർട്ടിയിലെ സജീവ അംഗത്തെ അപരനാക്കി ഇറക്കിയിരിക്കുന്നത്. ആറന്നൂർ ബ്രാഞ്ചിന്റെ സെക്രട്ടറി രാജീവ് കുമാർ GS ആണ് അപരനായി വന്നിട്ടുള്ളത്. ബ്രാഞ്ച് സെക്രട്ടറിയെ അപരനാക്കിയ CPMനെതിരെ കടുത്ത വിമർശനവുമായി BJP രംഗത്തെത്തി. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ CPMും ശിവൻകുട്ടിയും ശ്രമിക്കുന്നുവെന്ന് BJP പ്രസ്താവന നടത്തി. CPM നടത്തുന്നത് തരം താഴ്ന്ന രാഷ്ട്രീയമെന്നും BJP ആരോപിച്ചു.